ഏറ്റവും വലിയ സദ്യ, അതായത് ആറന്മുള സദ്യ കഴിക്കാനാണ് ഞാനിന്ന് വന്നേക്കുന്നത്. 64 വിഭവങ്ങളുള്ള സദ്യയാണ്. ശ്രീ പാർത്ഥസാരഥി അമ്പലത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇപ്പൊ പുറകിൽ വെള്ളംകളിക്കാരുടെ പരിപാടിയും പാട്ടൊക്കെ നടക്കുവാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് മണ്ണൻ ട്രോഫി. അതായത് ഈ വർഷത്തെ വള്ളംകളിയിൽ ജയിച്ച കോയിപ്പുറം ടീം ജയിച്ച ട്രോഫിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോഫി അവർ ആ വെള്ളത്തിലെടുത്തുകൊണ്ട് നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. ഈ വർഷത്തെ നമ്മുടെ മന്നൻ ട്രോഫി ജയിച്ചത് കോയിപ്പുറം ടീമാണല്ലോ. അതിന്റെ പുറകിലുള്ള അധ്വാനവും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രാവശ്യം ഞങ്ങൾ ഒരു മാസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ മന്നൻ ട്രോഫി കരയിലെത്തിച്ചത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അതുപോലെ പ്രയത്നിച്ചു. ഒരു 26 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ മന്നൻ ട്രോഫി കരയിലോട്ട് എത്തിയത്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ചേട്ടനാണ് ഇത് എടുത്തുകൊണ്ട് വഞ്ചിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം. ഇവിടുന്ന് നമുക്ക് ആ വഞ്ചി പോകുന്നതിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടും. നമ്മൾ അവിടെ കണ്ട വള്ളം ഇനി നേരെ അമ്പലത്തിന്റെ കടവിലോട്ടായിരിക്കും വരുന്നത്. അതായത് ശ്രീ പാർത്ഥസാരഥി അമ്പലത്തിന്റെ കടവിലാണ് വരുന്നത്. ജയിക്കുന്നവരെ വരവേൽക്കുന്ന ഫംഗ്ഷൻ ആണ് നടക്കുന്ന. പുറകില് ട്രോഫി ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അവിടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് സദ്യ കഴിക്കാനാണ് പോകുന്നത്. വള്ളംകാരൊക്കെ കഴിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് ആറന്മുള സദ്യ. ഇനി 64 വിഭവങ്ങൾ ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. ഇതിലൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും നോ പറയാൻ പാടില്ല, എല്ലാം കഴിക്കണം. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ട് തന്നെ എല്ലാം കൊതിയാണ്. നോർമൽ സദ്യനേക്കാളും കൂടുതൽ കുറേ കറികളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങൾ ആറന്മുള വെള്ളസദ്യ കഴിച്ചിറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന് തന്നെ പറയാം. ആൻഡ് ഈ സദ്യ October 2 വരയ്ക്കും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം.